ഹായ് ഓൾ, അസ്സാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഒരു വീടിൻ്റെ ഹോം ടൂറാണ്. മലപ്പുറം ജില്ലയിൽ തിരൂർ മംഗലത്താണ് കേട്ടോ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഫാസിൽ ആൻഡ് ഫാമിലിൻ്റെതാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള വീട്. വീടിൻ്റെ എലിവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ റോഡ് സൈഡിലാണ് വീട് നിൽക്കുന്നത്. ഇതിലൂടെ പോകുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് നോക്കിപ്പോവും, അത്രയും ഭംഗിയിലാണ് വീട് എലിവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബാംഗ്ലൂർ സ്റ്റോണും നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ നൽകിയിട്ടാണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിറ്റ് ഔട്ടിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തും ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ നൽകിയിട്ട് ഈ ഒരു ഭാഗം നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഈ ഒരു ഭാഗത്തോട്ട് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ചുറ്റും ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു പോർഷനൊക്കെ. ഇതൊക്കെ നമുക്ക് ഈ ഒരു മെയിൻ റോഡിൻ്റെ സൈഡിൽ നിന്ന് കാണും കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. HPL ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ എലിവേഷനിൽ വന്നിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ട് ശ്രദ്ധിച്ചു നോക്കിയേ. സിറ്റ് ഔട്ടിൻ്റെ റൂഫും കാർ പോർച്ചിൻ്റെ റൂഫും കൊണ്ട് ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലാണ്. ആ ഒരു റൂഫിൻ്റെ അതേ ഒരു ഷേപ്പിലാണ് ഇവിടുത്തെ സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള സ്റ്റെപ്പും ഈ ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. ഇനി കാർ പോർച്ചിലോട്ട് നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള 2 കാറൊക്കെ ഒന്നിച്ച് പാർക്ക് ചെയ്യാൻ പറ്റിയ വലിയ കാർ പോർച്ച് തന്നെയാണ് കേട്ടോ നൽകിയിട്ടുള്ളത്. കാർ പോർച്ചിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സംഭവമുണ്ട്, അത് കാണിച്ചു തരാം. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിട്ടുള്ള ബെഡ്റൂമിൽ നിന്ന് ഈ ഒരു ഭാഗത്തോട്ടായിട്ട് ഒരു ആക്സസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഒരു സ്ലൈഡിങ് ഡോർ നൽകിയിട്ട് ഈ ഒരു ഭാഗത്തോട്ട് ഒരു ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിലാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഉള്ളിൽ പോയാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. അത്രയും ഭംഗിയിലാണ്. നമ്മൾ സാധാരണ മുകളിലൊക്കെയാണ് ബെഡ്റൂമിൽ നിന്നൊരു ബാൽക്കണിയൊക്കെ കൊടുത്ത് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കൊടുത്തത് നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ടാവും. ഇവിടെ ഗേറ്റ് ഓട്ടോമേഷനിൽ ചെയ്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ സിറ്റ് ഔട്ടിലോട്ട് കയറുകയാണ് കേട്ടോ. നേരത്തെ സ്റ്റെപ്പിനെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്സിൽ നൽകിയിട്ടുള്ളത്. ഒരു പില്ലർ വന്നിട്ടുണ്ട്. ഈ ഒരു വീടും വർക്ക് നടക്കുമ്പോൾ തന്നെ ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടേക്ക് പോകുമ്പോഴും എപ്പോഴും ഒന്ന് നോക്കിപ്പോവും. അത്രയും ഭംഗിയിലുള്ള എലിവേഷനൊക്കെ കാണുമ്പോൾ ഉള്ളിലെ ഇൻറ്റീരിയറൊക്കെ എങ്ങനെയാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. മെയിൻ ഡോറാണിത്. മെയിൻ ഡോറ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നേരെ കാണുന്ന ഈ ഒരു വോളാണ് കേട്ടോ. ഈ വോളൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു നല്ലൊരു വാൾ ഡിസൈനിങ്ങും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഫോർമൽ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്ലാസിൻ്റെ സ്ലൈഡിങ് ഡോറൊക്കെ നൽകിയിട്ട് ഷേപ്പിലുള്ള സോഫയൊക്കെ നൽകിയിട്ട് നല്ല ഭംഗിയിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വുഡൻ വൈറ്റ് കളർ കോമ്പിനേഷനിൽ ഒരു ടീ ടേബിൾ നൽകിയിട്ടുണ്ട്. ഗ്രേ കളറിലാണ് ഇവിടുത്തെ സോഫ നൽകിയിട്ടുള്ളത്. ഈ ഒരു ഫോർമൽ ലിവിങ്ങിലായിട്ടും ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റിൻ്റെ ബാക്ക് വാൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോറ് കടന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഫോർമൽ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വുഡൻ ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ പാസേജ് പോലെ നൽകിയിട്ടുള്ളത്. ഇനി ഫോർമൽ ലിവിങ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടുത്തെ അകത്തളങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഫാമിലി ലിവിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രലായിട്ടാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് വന്നിട്ടുള്ളത്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നൽകിയിട്ടുള്ളത്. ടെക്സ്ചർ പെയിൻറ് വെച്ചിട്ട് ഈ വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫാമിലി ലിവിങ്ങിലായിട്ട് വെൽവെറ്റ് ഫിനിഷിൽ വരുന്ന ഗ്രേ കളർ സോഫയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഇവിടെ ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടീ ടേബിൾ കൂടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫാമിലി ലിവിങ്ങിൽ നിന്ന് പിന്നീട് നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ്ങിനോട് ചേർന്നിട്ട് തന്നെ ഇവിടുത്തെ സ്റ്റെയർ കേസ് നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ ഡൈനിങ് ടേബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോപ്പിൽ ഇറ്റാലിയൻ മാർബിൾ വരുന്ന കുഷനോട് കൂടിയിട്ടുള്ള ചെയർ നൽകിയിട്ടുള്ള നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൈനിങ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളാണ് ഇത്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ഭാഗം നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് നല്ല വെന്റിലേഷന് വേണ്ടിയിട്ട് ഫുള്ള് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഓപ്പൺ കിച്ചൺ ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ദാ ഈ ഒരു ഡൈനിങ്ങിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ കിച്ചണിൻ്റെ സ്പേസ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗം ഡൈനിങ്ങിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബബിൾസ് ഒക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കിച്ചണിൽ നിൽക്കുകയാണെങ്കിലും നമുക്ക് ഡൈനിങ്ങിലേക്കും ഫാമിലി ലിവിങ്ങിലേക്കൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാവും കേട്ടോ. നമുക്കിങ്ങനെ കിച്ചണിൽ ഇങ്ങനെ അടച്ചു പൂട്ടി നിൽക്കുന്ന ആ ഒരു ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല. എല്ലാ ഭാഗത്തോട്ടും നമുക്ക് കാണാൻ സാധിക്കും. കിച്ചണിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു കിച്ചണിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിൻ്റെ ബാക്ക് വാളിൽ നല്ല ഭംഗിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. റൗണ്ടിലുള്ളൊരു മിററൊക്കെ നൽകിയിട്ട് ടോപ്പിൽ നാനോ വൈറ്റ് വരുന്ന ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്തിട്ടുള്ള ബെഡ്റൂം കണ്ടിട്ട് നമുക്ക് കിച്ചൺ കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോർമൽ ലിവിങ്ങിൽ നിന്ന് ഇങ്ങോട്ട് കടക്കുന്ന ഭാഗത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിലേക്കുള്ള ആക്സസ് നൽകിയിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ ഡിസൈനിങ് ആണെങ്കിലും ഒക്കെ എല്ലാം സെയിം പാറ്റേണിലാണ് എല്ലാ ബെഡ്റൂമിലും ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നോക്കുമ്പോൾ പുറത്തോട്ട് നല്ലൊരു വ്യൂ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെഡ്റൂമിൽ നൽകിയിട്ടുള്ള സീലിംഗ് ആണെങ്കിലും നല്ല സിമ്പിളായിട്ട് നല്ല പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രേ കളർ തീമാണ് ഇവിടെ എല്ലായിടത്തും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ദാ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഭാഗത്തായിട്ട് റീഡിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. രണ്ട് ഭാഗത്തും സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. വെന്റിലേഷന് വേണ്ടിയിട്ട് നല്ല വലിയ വിൻഡോ തന്നെ നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ഇത് അവിടുന്ന് നോക്കുമ്പോൾ തന്നെ ഫുൾ പ്ലാന്റ്സ് ആണ് നമ്മൾ കാണുന്നത്. ബെഡ്റൂമിൻ്റെ ബാക്ക് വാളിലായിട്ട് ഇങ്ങനെ കുഷൻ നൽകിയിട്ടുണ്ട്. ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഡ്രസ്സിങ് ഏരിയ, വാർഡ്രോബ്, ബാത്റൂമിലേക്കുള്ള ആക്സസ് ഒക്കെ നൽകിയിട്ടുള്ളത്. ഈ ഒരു വാർഡ്രോബിൻ്റെ ഒരു വാൾ ഫുള്ളായിട്ട് ഇങ്ങനെ മിററാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ സ്ലൈഡിംഗ് ഡോർ ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിലേക്കുള്ള ആക്സസും നൽകിയിട്ടുള്ളത്.
ബാത്റൂമിൽ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ തമ്മിൽ തിരിച്ചിട്ടുണ്ട്. ക്ലോസറ്റൊക്കെ വാൾ ഹാങ്ങിങ് ആണ്. ഇനി ഇവിടുത്തെ കിച്ചണാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു വുഡൻ ഗ്രേ കളർ തീമിലാണ് കിച്ചൻ്റെ കളർ തീം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നല്ല 2 ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് CCTVൻ്റെ മോണിറ്റർ നൽകിയിട്ടുള്ളത്. ഇതാണ് കിച്ചൻ്റെ ഒരൊറ്റ നോട്ടത്തിലുള്ള വ്യൂ. അപ്പർ ക്യാബിനറ്റിനൊക്കെ ഗ്രേ കളറാണ് നൽകിയിട്ടുള്ളത്. കോട്ട്സ് ആണ് കൗണ്ടർ ടോപ്പിലായിട്ട് നൽകിയിട്ടുള്ളത്. പിന്നെ ഇതാ ഹാഫ് ലൈൻ്റെ 3 ബർണർ സ്റ്റൗ നൽകിയിട്ടുണ്ട്. ഇവിടെ പിന്നെ ഹാഫ് ലൈഡന് 2 സോൺസ് ഇൻഡക്ഷൻ ഹോബാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ മൈക്രോവേവ് ഓവണൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റീലിൻ്റെ സിങ്ക് കൂടെ നൽകിയിട്ടുണ്ട്. മാക്സിമം ആക്സസറീസ് ഒക്കെ ഈ ഒരു കിച്ചണിലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. പുൾ ഔട്ട്സ്, ടാൻഡം ബോക്സ്, കട്ട്ലറി യൂണിറ്റ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഫ്രിഡ്ജിൻ്റെ സ്പേസ് വന്നിട്ടുള്ളത്. അപ്പോൾ കിച്ചണിലെ വർക്കിംഗ് ട്രയാങ്കിൾ നോക്കുകയാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ്. ഈ ഒരു കിച്ചൺ കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ട്. ആ ഒരു ഭാഗമാണ് ഇപ്പോൾ കാണിക്കുന്നത്. എപ്പോഴും കമൻറ്റ് വരാറുണ്ട് വർക്ക് ഏരിയയുടെ ആ ഭാഗം കൂടെ ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇവിടെ ആണെങ്കിലും സിങ്കും ഹോബൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ സ്റ്റോർ റൂമിലേക്ക് പോകുമ്പോൾ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിലായിട്ട് ഒരു വാൾ ഫുള്ളായിട്ട് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. അതിനൊരു സ്ലൈഡിങ് ഡോറും നൽകിയിട്ടുണ്ട്.
ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു ബെഡ്റൂമിലേക്ക് കയറിയ ഫീലിങ്സ് അല്ല കിട്ടുക. പുറത്തോട്ട് നല്ല കണക്ഷൻ ഉണ്ട്. ഒരു അടച്ചു പൂട്ടിയിട്ടുള്ള ആ ഒരു ഫീലിങ്സ് ഒന്നും ഇല്ലാതെ ഒരു പോസിറ്റീവ് ഒരു എനർജിയാണ് നമ്മളെ ഉള്ളിലേക്ക് കിട്ടുക. അത്രയും നല്ല ഭംഗിയിലാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും എന്തോ ഒരു രസമാണെന്നറിയോ. അവിടെ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നല്ല വ്യൂ ആണ് പുറത്തോട്ട്. ഞാൻ നേരത്തെ കാർപോർട്സിൻ്റെ സൈഡിലൂടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ആക്സസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോർഷനാണ് ഈ ഒരു ബെഡ്റൂം. സാധാരണ നമ്മൾ മുകളിലത്തെ ബെഡ്റൂമിലൊക്കെയാണ് ബാൽക്കണി കൊടുത്ത് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ താഴത്തെ ഒരു ബെഡ്റൂമിൽ ഇങ്ങനെ കൊടുത്തപ്പോൾ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടും വെറൈറ്റി ആയിട്ടും നല്ല ഭംഗിയായിട്ടും തോന്നി. ഇനി നേരത്തെ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബും ഇവിടുന്നാണ് ബെഡ്റൂമിലേക്കുള്ള ആക്സസും നൽകിയിട്ടുള്ളത്. ഈ ഒരു ബാത്റൂമും ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും തമ്മിൽ തിരിച്ചിട്ടുണ്ട്. ക്ലോസറ്റൊക്കെ വാൾ ഹാങ്ങിങ് ആണ്. നല്ലൊരു ഡിസൈനിങ് ടൈലൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ സ്റ്റെയർ കേസിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയർ കേസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സ്റ്റെപ്പിലൊക്കെ വുഡന്നെ നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗം നേരത്തെ പിന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് ഫുള്ള് ഇങ്ങനെ ഗ്ലാസ് വർക്കാണ് നൽകിയിട്ടുള്ളത്. ഇത് എലിവേഷനിൽ കൂടുതൽ ഭംഗി കൊടുക്കുന്നുണ്ട്, പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. സേഫ്റ്റിക്കും കൂടെ വേണ്ടിയിട്ട് ജിഐൻ്റെ നല്ലൊരു ഡിസൈനിങ്ങും കൂടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു വോളൊക്കെ ക്ലാഡിങ് ടൈൽ യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇനി ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു കളർ കോമ്പിനേഷനിൽ നല്ലൊരു 2 സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വാൾ ഡെക്കോർ കൂടെ നൽകിയിട്ടുണ്ട്. ഇത് കിഡ്സിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ ഡിസൈനിങ് ഒക്കെ സെയിം ആണ് കേട്ടോ. എല്ലാ ബെഡ്റൂമിലും ഒരേ ഡിസൈനിങ്ങിൽ തന്നെ ഡോർ നൽകിയിട്ടുള്ളത്. കിഡ്സിൻ്റെ റൂമിലായിട്ട് 2 കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു കിഡ്സിൻ്റെ റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു സ്റ്റഡി ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇവിടെ ആയിട്ടും നമ്മൾ താഴെ കണ്ട അതേപോലെ തന്നെ ഇങ്ങനൊരു ലിവിങ് ഏരിയ കൂടെ നൽകിയിട്ടുണ്ട്. ഇവിടെ TV യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട അതേ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വാള് ഫുള്ളായിട്ട് ഇങ്ങനെ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. സ്ലൈഡിങ് ഡോർ നൽകിയിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമും നല്ല ഭംഗിയിൽ അട്രാക്റ്റീവ് ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ആ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണം കേട്ടോ.